ഹായ് ഫ്ലട്ടോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ UI ആണ്, കറോസൽ വ്യൂ. ഈ ഒരു വിഡ്ജറ്റ് നമ്മുടെ ആപ്പിൽ എങ്ങനെ നമുക്ക് ഷോക്കേസ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഫ്ലട്ടർ പാക്കേജിൽ തന്നെ ഈ കറോസൽ വ്യൂ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ചിൽഡ്രനായിട്ട് നമുക്ക് ഈ കറോസൽ വ്യൂവിനെ കൊടുക്കാം. ദെൻ ഐറ്റം എക്സ്റ്റെൻഡ് ചിൽഡ്രൻ ഇങ്ങനെ പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് റിക്വയർഡ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഐറ്റം എക്സ്റ്റെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം എക്സ്റ്റെൻഡ് ആയിരിക്കണം, ഈ ഓരോ ഐറ്റംസും എത്രത്തോളം എക്സ്റ്റെൻഡ് ആയിരിക്കണം എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഐറ്റം എക്സ്റ്റെൻഡ് ഞാൻ തൽക്കാലം ഒരു 300 കൊടുക്കുകയാണ്. ചിൽഡ്രനായിട്ട് മൾട്ടിപ്പിൾ വിഡ്ജറ്റ് ആവശ്യമുണ്ട്. അവിടെ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പം ഞാൻ തൽക്കാലം ഒരു കണ്ടെയ്നർ കൊടുക്കുകയാണ്. അത് നമുക്ക് നോക്കാം ഇത് വർക്കിംഗ് ആണോ. അതിനൊരു കളേഴ്സ് ഡോട്ട് ഒരു ഇൻഡിഗോ ഡോട്ട് ഒരു ഷെയ്ഡ് 100 കൊടുക്കാം. ഓക്കെ, നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, ഒരു അൺബൗണ്ടഡ് ഹൈറ്റ്. കാരണം ഇതിനൊരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് അതിനെ ഒരു സൈസ്ഡ് ബോക്സ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് അതിനൊരു ഹൈറ്റ് കൊടുക്കാം. ഒരു 300 ഹൈറ്റ് കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഒരൊറ്റ ചിൽഡ്രനെ നമ്മൾ കൊടുത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ചിൽഡ്രനെ വന്നിട്ടുള്ളൂ. ഇനി നമുക്കൊരു 2-3 കണ്ടെയ്നേഴ്സിനെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ വരും നോക്കാം. സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കറോസൽ വ്യൂ വന്നിരിക്കുന്നത്. നമ്മൾ 3 ചിൽഡ്രനെ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഈ UI ഒന്ന് സെറ്റാക്കി എടുക്കാം. ജസ്റ്റ് ഒരു പാഡിങ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ. ഇനി നമുക്ക് ഇതിങ്ങനെ കണ്ടാൽ പോരല്ലോ, നമുക്ക് ഇമേജ് ഒക്കെ ഇട്ട് നോക്കിയാലേ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ഇവിടെ അസറ്റ്സിൽ കുറച്ച് ഇമേജസ് കൊണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജസിനൊക്കെ പാത്ത് ഞാനൊരു ലിസ്റ്റിലേക്ക് ആക്കിയിട്ട് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇമേജസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ഇതിൻ്റെ പാത്തുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഇമേജസിനനുസരിച്ച് നമുക്ക് ഇവിടെ വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റ് എന്നുള്ളത് നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് ലിസ്റ്റ് ഡോട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് ഇമേജസ് ഡോട്ട് ലെങ്ത് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇമേജസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്യും. ജനറേറ്ററിൽ നമ്മൾ ഓരോ വിഡ്ജറ്റും കൊടുക്കുക. ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, കണ്ടെയ്നറിൻ്റെ ചിൽഡ്രനായിട്ട് ഒരു കണ്ടെയ്നർ ശരിക്കും കൊടുക്കണം എന്നില്ല, കുഴപ്പമില്ല. ഇമേജ് ഡോട്ട് അസറ്റായിട്ട് ഇമേജസ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുക. അപ്പോൾ ഓരോ പാത്തും ഇവിടെ വരും. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് പരിപാടിയും കൊണ്ട് ഒരു ഫിറ്റും കൂടെ കൊടുക്കാം. ബോക്സ് ഫിറ്റ് ഡോട്ട് കവർ കൊടുക്കാം. സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇമേജസ് ഒക്കെ ഇങ്ങോട്ട് ആഡായി വന്നിട്ടുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ കറോസൽ വ്യൂ. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്, കണ്ട. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് കറോസൽ വ്യൂ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. വളരെ സിമ്പിളാണ്, കണ്ട. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.